സോ ഗൂഗിള് ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു കോഡ് എഡിറ്റർ ഉണ്ട്. ആ ഒരു കോഡ് എഡിറ്ററിൻ്റെ പേരാണ് ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ട്. സോ ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറയുന്നത് കേഴ്സർ പോലത്തെ ഉള്ള ഒരു ഐഡിയയാണ്. അപ്പോൾ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടാവുമല്ലോ. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് പോലെ തന്നെ ഉള്ള ഒരു ഐഡിയ തന്നെയാണ് നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറയുന്നതും. സോ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ആൻറ്റി ഗ്രാവിറ്റിയിൽ AI ഏജൻസ് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ കേഴ്സറിലും ഏജൻ്റ് ഉണ്ട്. പക്ഷേ ആൻറ്റി ഗ്രാവിറ്റീനെ എന്താണ് വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് എഴുതാനും അതിൻ്റെ ടെസ്റ്റ് കേസസ് എഴുതാനും ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ ഒരു വെബ്സൈറ്റ് ഓട്ടോമാറ്റിക്കലി ഒരു ബ്രൗസറിൽ ഓപ്പൺ ആയി അത് അനലൈസ് ചെയ്ത് അതിൽ ഓരോ ബട്ടൺസും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്ത് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഏജൻറ്റിൻ്റെ പ്രോസസ്സിങ് സ്റ്റോപ്പ് ആവുന്നുള്ളൂ. സോ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയയാണ് നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഫ്രീ വേർഷൻ അവൈലബിൾ ആണ്. നമുക്ക് അതിൽ കിട്ടുന്ന മോഡൽസ് ജെമിനൈ 3 ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള വേർഷനാണ് ജെമിനൈൻ്റെ 3 എന്ന് പറഞ്ഞിട്ടുള്ള വേർഷൻ. അതൊരു ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഒപ്പം തന്നെ നമുക്ക് ക്ലോഡിൻ്റെ 4.5 സോണറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലും കൂടിയും നമുക്കതിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് എങ്ങനെയാണ് ആൻറ്റി ഗ്രാവിറ്റി ഇൻസ്റ്റാൾ ചെയ്യുക, ഒപ്പം തന്നെ നമുക്ക് ചെറിയൊരു പ്രൊജക്റ്റും കൂടിയും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ നമുക്ക് ആൻറ്റി ഗ്രാവിറ്റി എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് ആദ്യം നോക്കാം. സോ നമുക്ക് ആദ്യം നമ്മുടെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ബ്രേവ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ബ്രൗസറിൽ വന്നിട്ട് ജസ്റ്റ് ഇവിടെ ഗൂഗിൾ ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം. സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ഈ ഒരു ലിങ്ക് ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ നമ്മുടെ വിൻഡോസിൻ്റെ പ്ലാറ്റ്ഫോം നമുക്ക് ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് X64 ആണ്. അപ്പോൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡൗൺലോഡിങ് ഇവിടെ സ്റ്റാർട്ടാവും. ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാനത് വീണ്ടും ഡൗൺലോഡ് ചെയ്യുന്നില്ല. നമ്മൾ ഡൗൺലോഡിന് ശേഷം ജസ്റ്റ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാളർ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഐ ആക്സെപ്റ്റ് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫോൾഡർ ഇവിടെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇതും നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇനി നമുക്കൊരു ഡെസ്ക്ടോപ്പ് ഐക്കൺ ക്രിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഡെസ്ക്ടോപ്പിൽ ആൻറ്റി ഗ്രാവിറ്റിയുടെ ഐക്കൺ വന്ന് കിടക്കും. അപ്പോൾ ഇതും ഞാൻ ചൂസ് ചെയ്യാണ് ഇവിടെ, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൽ ഇൻസ്റ്റാൾ കൊടുക്കാം. സോ ഇൻസ്റ്റാളേഷൻ നമുക്കൊരു 2-3 മിനിറ്റിനുള്ളിൽ തീരും. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടായിരിക്കും അത് ഇൻസ്റ്റാൾ ആവുക. ഓക്കെ, സോ നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് എനിക്ക് ആൻറ്റി ഗ്രാവിറ്റി ആയിരിക്കും ലോഞ്ച് ആയിട്ട് വരിക. ഇവിടെ ഞാനിത് ചെക്ക് ചെയ്തിട്ടുണ്ടല്ലോ. സോ ഞാനിതിൽ ഫിനിഷ് കൊടുക്കുകയാണ്. സോ നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റി ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു വട്ടം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിവിടെ എൻ്റെ അക്കൗണ്ട് സൈൻ ചെയ്തിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഒന്നുമില്ല, ജസ്റ്റ് ഇത് ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് സൈൻ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നമ്മളത് ജസ്റ്റ് സൈൻ ചെയ്താൽ മാത്രം മതി. സോ ഇത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് പോലെ തന്നെ ഉള്ള ഒരു ഐഡിയയാണ് നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിലുള്ള എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. നമുക്ക് ഫയൽ ഉണ്ട്, ഒപ്പം തന്നെ നമ്മുടെ എക്സ്പ്ലോറർ ഉണ്ട്, നമ്മുടെ സെർച്ച് ഉണ്ട്, ഗിറ്റിൻ്റെ ഉണ്ട്. അതേപോലെ ഇപ്പോൾ നമുക്ക് എക്സ്റ്റൻഷൻസ് വല്ലതും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്കും ഉണ്ട്. ബേസിക്കലി ഇതൊരു VS കോഡ് തന്നെയാണ്. ഇതിൽ നമുക്ക് ഈ ഒരു റൈറ്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഏജൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെയാണ് നമുക്ക് വേണ്ട മോഡൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ ഇതിൽ കണ്ടോ, നമുക്ക് ജെമിനൈ 3 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലുണ്ട്. അതേപോലെ തന്നെ ക്ലോഡിൻ്റെ 4.5 പറഞ്ഞിട്ടുള്ള ഒരു മോഡലും കൂടി നമുക്കിതിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ക്ലോഡ് സോണറ്റ് 4.5 തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലും കൂടി നമുക്കിതിൽ അവൈലബിൾ ആണ്. സോ ഇതിൽ നമ്മുടെ ഈ ഒരു റൈറ്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മളുടെ ഏജൻറ്റിൽ കൊടുക്കേണ്ട പ്രോംപ്റ്റ് എല്ലാം നമ്മളിവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടോ ജെമിനി 3 പ്രോൻ്റെ മോഡലാണ് നമുക്കിപ്പോൾ സെലക്ട് ആയിട്ടുള്ളത്. ഇതിൽ കുറച്ച് മോഡൽസ് ഉണ്ട്. ജെമിനി 3 പ്രോ ഹൈ ഉണ്ട്, ലോ ഉണ്ട്, അതേപോലെ ക്ലോഡ് സോണറ്റ് 4.5 ഉണ്ട്,
ക്ലോഡ് സോണറ്റ് 4.5 തിങ്കിങ് ഉണ്ട്. അതേപോലെ GPT-യുടെ ഒരു മോഡലും കൂടി നമുക്കിതിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് ഇതിൽ നമ്മളുടെ ആ ഒരു മോഡൽ ചൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോംപ്റ്റ് ഇവിടെ കൊടുക്കാം. പ്രോംപ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു ആൻറ്റി ഗ്രാവിറ്റി ഉണ്ടല്ലോ, നമ്മൾ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ ഓപ്പൺ ചെയ്യണം. സോ നമുക്ക് ഈ ഒരു ഓപ്പൺ ഫോൾഡർ കൊടുക്കാം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽസ് എവിടെയെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ ഫോൾഡർ കൊടുത്തത്. അപ്പോൾ ഞാനിവിടെ ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്തിട്ട് ന്യൂ പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോയി ഫോൾഡർ കൊടുത്തു. ഇവിടെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എന്നിട്ട് ഞാൻ എൻ്റർ കൊടുത്തു. ഇവിടെ സെലക്ട് ഫോൾഡർ കൊടുത്തു. സോ നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റി ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് നമ്മുടെ ഫോൾഡറിൽ. ഇതിൽ ജസ്റ്റ് യെസ് ഐ ട്രസ്റ്റ് ദി ഓതേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഫസ്റ്റ് ചിലപ്പോൾ ലോഡിങ് ടൈം എടുക്കും. ഇവിടെ നമ്മുടെ മോഡൽസൊക്കെ ഒന്ന് ലോഡായിട്ട് വരാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇവിടെ പ്രോംപ്റ്റ് അടിക്കേണ്ടത്. സോ ഞാൻ ഇവിടെ ജസ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ ക്രിയേറ്റ് എ വിൻഡോസ് XP like interface. It should have a start menu and also explorer എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി ക്രിയേറ്റ് ദിസ് യൂസിങ് HTML ആൻഡ് CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ഇത് കൊടുത്തിട്ട് ഞാൻ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും വെച്ചിട്ട് നമ്മുടെ വിൻഡോസ് XP ഉണ്ടല്ലോ, നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിൻ്റെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് വരാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മുടെ സ്റ്റാർട്ട് മെനു വേണം. നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ട് മെനു ഓപ്പൺ ആവില്ലേ. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സ്പ്ലോറർ ഉണ്ട്. നമ്മൾ ഇവിടെ ഫയൽസ് എക്സ്പ്ലോറർ നമ്മൾ ചൂസ് ചെയ്യാറില്ലേ, അപ്പോൾ അതും ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിത് കൊടുത്തിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഞാനിവിടെ എൻ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജനറേറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ജെമിനി കുറച്ച് ടു ഡൂസും കാര്യങ്ങളും ഉണ്ടാക്കും. ഒപ്പം തന്നെ എങ്ങനെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു പ്ലാനും കൂടി നമുക്ക് കാണിച്ചു തരും. ഓക്കെ, സോ ഇവിടെ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ഇവിടെ വന്നിട്ടുണ്ട്. സോ നമുക്കിത് വായിച്ച് നോക്കാം. ഇൻ കേസ് ഇപ്പോൾ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു തീമിലാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് കമൻറ്റ് ഓൺ ദിസ് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ആ ഒരു കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഫീച്ചേഴ്സിൽ ചേഞ്ച് വരും. അപ്പോൾ ഇതാണ് ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ടു ഡൂസും കാര്യങ്ങളൊക്കെ വരും. ഓട്ടോമാറ്റിക്കലി ഫയൽസും ഫോൾഡേഴ്സും എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ബ്രൗസർ പോലെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കീപ്പ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ബ്രൗസർ ഓപ്പൺ ആയി. സോ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെമിനി തന്നെ ഓട്ടോമാറ്റിക്കലി ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് വർക്കിംഗ് ആണോ എന്നുള്ളത് നോക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്കായി, അത് വർക്കിംഗ് ആണോ നോക്കി. ഇനി ഓക്കെ ആണെങ്കിലാണ് നമുക്ക് നെക്സ്റ്റ് ഫേസിലേക്ക് അത് കിടക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഒപ്പം തന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ചെയ്യും. ആ ടെസ്റ്റ് ചെയ്തതിൻ്റെ പ്രൂഫ് ഉണ്ടല്ലോ, അതും കൂടി അവിടെ സേവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടോ, നമുക്കൊരു ക്യാപ്ചറിങ് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെയ്ത വർക്കിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി നമുക്കത് അവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള IDE നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കോഡ് ഓക്കെ ആണെങ്കിൽ നമുക്കിവിടെ ആക്സെപ്റ്റ് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കോഡും അവിടെ സേവ് ആവും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു നമ്മൾ ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ട്. സോ ഇതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽസ് കാണാം. ഇതിൽ ഇപ്പോൾ ഞാൻ ഇൻഡെക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വിൻഡോസ് XPയുടെ പോലത്തെയുള്ള ഇൻ്റർഫേസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് മെനു വർക്കിംഗ് ആണ്. ഇങ്ങനെയാണ് നമുക്ക് ആൻറ്റി ഗ്രാവിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.